ഹായ്, മാത്സ്യൂളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സ്റ്റാൻഡേർഡ് 6 6ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ വരകളും കോണുകളും, ലൈൻസ് ആൻഡ് ആംഗിൾസ്, അതിലത്തെ കാര്യങ്ങളാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ 7ാം ക്ലാസ്സിൽ, 8ാം ക്ലാസ്സിൽ, 9ാം ക്ലാസ്സിൽ, 10 എല്ലാ ക്ലാസ്സുകളിലും ഈ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് വേണ്ടി വരും. അതുകൊണ്ട് കുട്ടികൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ക്ലാസ്സിലേക്ക് ഞാൻ കടക്കുകയാണ്. വരകളും കോണുകളും, ലൈൻസ് ആൻഡ് ആംഗിൾസ്. നോക്കൂ കുട്ടികളെ, ഇത് ഒരു വരയാണ്. ഈ വരയിലേക്ക് വേറൊരു വര മുട്ടുമ്പോൾ അവിടെ 2 ആംഗിൾ ഉണ്ടാവുന്നു അല്ലേ? ഇവിടെ മുട്ടുന്ന സമയത്ത് 2 കോണുകൾ ഉണ്ടാവും. എന്താ കോണുകൾ എന്ന് പറഞ്ഞാല്? ഒന്നിങ്ങനെ വന്ന ഒന്നിങ്ങനെ 2 വരകൾ ഒരു പോയിന്റിൽ മുട്ടുമ്പോൾ ഉണ്ടാവുന്നതാണ് ആംഗിള് അല്ലെങ്കിൽ കോണുകൾ. നമുക്ക് നേരത്തെ അതറിയാം. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര ഉണ്ടാവും? 2 എണ്ണം ഉണ്ടാവും. ഒന്ന് ഇതാണ്, ഒന്ന് ഇതാണ്. ഓക്കെ, നമ്മൾ ആദ്യം പഠിക്കുന്നത് ഒരു വരയിൽ മറ്റൊരു വര മുട്ടുന്ന സമയത്ത് 2 കോണുകൾ ഉണ്ടാവുന്നു, ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ 2 കോണുകളുടെ അളവുകൾ നമുക്കറിയില്ല. എത്രയാണ് അതിന്റെ മെഷർമെന്റ് നമുക്കറിയില്ല. പക്ഷേ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടുന്നു നമുക്ക് അറിയാൻ പറ്റും. അതെങ്ങനെ അറിയാൻ പറ്റുക? നമ്മളുടെ ബോക്സിൽ പ്രൊട്രാക്ടർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ആ പ്രൊട്രാക്ടറിൽ നിങ്ങൾ നോക്കിയോ, ഈ ഭാഗത്ത് 0 കാണാം, പിന്നെ 10, 20, 30 എന്നെല്ലാം കണ്ടിട്ട് ഇപ്പുറത്തെ ഭാഗത്ത് 180 എന്ന് കാണാം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇവിടെ മുതൽ ഇവിടം വരെയുള്ളത് 180 ഇനി അങ്ങനെയും വേണ്ട, നമ്മൾക്കറിയാം ഇങ്ങനെ കുത്തനെ ഒരു വര വരച്ചാല് ഇത് 90 ഡിഗ്രിയാണ്, ഇതും 90 ഡിഗ്രിയാണ്. അപ്പൊ ആകെ കിട്ടുന്നത് എത്രയായിരിക്കും? 90ഉം 90ഉം 180 ആയിരിക്കും. അതാ ഒരു വര വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാൽ, ഈ ഒരു വരക്ക് വന്നിട്ട് അതിലൊരു ആംഗിള്, ഒരു കോൺ ഉണ്ടായി കഴിഞ്ഞാൽ ആ 2 കോണും കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് എത്ര ഡിഗ്രിയാ? 180 ഡിഗ്രിയാണ്. അപ്പോ 2 വരയില് ഒരു വര മുട്ടുന്നു, ഈ വര 60 തരുന്നു. അപ്പൊ ഈ വര എത്രയായിരിക്കും? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 ആണല്ലോ. അപ്പൊ 180ൽ നിന്ന് 60 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 120 കിട്ടും. അപ്പൊ ഇത് നമുക്ക് 120 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പഠിക്കുമ്പോൾ മനസ്സിലാക്കണം. ഒന്ന് തന്നാൽ നമുക്ക് മറ്റേതിനെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും എന്നുകൂടെ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ആ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ആദ്യം നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളത്. 2 വരകൾ കൂട്ടിമുട്ടുമ്പോൾ, കണ്ടോ, 2 വരകൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന 2 കോണുകളുടെ തുക എത്ര ഡിഗ്രി ആണെന്നാണ് നിങ്ങൾക്ക് അവിടെ കിട്ടിയിട്ടുള്ളത്. നോക്ക്, ദാ എത്ര ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ട്? 180 ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ട്. ഓർമ്മിക്കണേ, 2 വരകൾ കൂട്ടിമുട്ടുമ്പോൾ 2 കോണുകളുടെ തുക 100. സം ഓഫ് 2 ആംഗിൾസ് എത്രയാണ് വരുന്നത്? 180 ഡിഗ്രി. ആ പ്രധാനപ്പെട്ട പോയിന്റ് ഒന്ന് കുറിച്ചു വെക്കുക. അതിന്റെ ഞാൻ ചിത്രം വരച്ചത് കണ്ടുവല്ലോ. അപ്പൊ ഇവിടെ നോക്ക്, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇവിടെ ഇങ്ങനെ ഒരു വരയുണ്ട്, കണ്ടില്ലേ? ഒരു വരയുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു വരയുണ്ട്, ഇവിടെ ഒരു വരയുണ്ട്. അപ്പൊ എത്ര ആംഗിളായി? ഒന്ന് ഒരു കോണായി, 1 ഇവിടെയായി, 2 ഇവിടെയായി, 3 ഇവിടെയായി. ഇത് 3ഉം കൂട്ടിയാൽ, ഈ 3 എണ്ണത്തിന്റെയും ഈ കോണിന്റെ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 180 കിട്ടുള്ളൂ. ഈ അറ്റം മുതൽ ഈ കാവടി തണ്ട് പോലെയുള്ള ഈ സംഭവം നമുക്ക് ആകെ കിട്ടുന്നത് 180 അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈ ചോദ്യത്തിൽ നോക്കിയാൽ ഇതെത്രയാണ്? 25 ഡിഗ്രിയാണ്. ഇത് 25. ഇതെത്രയാണ്? 50. അപ്പൊ ഇവിടുന്ന് ഇവിടത്തേക്ക് എത്രയുണ്ടാവും? 25ഉം 50ഉം കൂട്ടിയാൽ മതിയല്ലോ. 25ഉം 50ഉം കൂട്ടി എത്ര കിട്ടും? 75 കിട്ടും. അപ്പൊ ഇവിടുന്ന് ഇവിടത്തേക്ക് 75 ആയാല് എത്രയാ? 75 ആയാല് നമുക്ക് ഇവിടുന്ന് ഇവിടത്തേക്കുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാ? ഫുള്ള് 180. അപ്പൊ 180ൽ നിന്ന് 75 കുറക്കുക, നമുക്ക് എത്ര കിട്ടും? 105 ഡിഗ്രി കിട്ടും. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് ഈ ചോദ്യം നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ ഈ ചോദ്യം ചെയ്യുമ്പോൾ എന്താ അറിയേണ്ടത്? 3 കോണുകളുടെ തുക 180 അറിയണം. എന്തുകൊണ്ടാ 3 എണ്ണായത്? അത് ഒരു വരയിൽ എത്ര കോണ് വന്നാലും. അപ്പൊ നിങ്ങൾക്കൊരു സംശയം വരും, സർ ഇങ്ങനെ ഒരു വര വന്നു, അവിടെ 4 കോണുകൾ വന്നാലോ? ഒന്നിവിടെ, 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 4 എണ്ണം വന്നാലോ? അപ്പൊ ഞാൻ പറയും 4 എണ്ണം കൂട്ടിയാലും 180. 180 വരാൻ കഴിയുള്ളൂ. പ്രൊട്രാക്ടർ ഇവിടുന്ന് ഇവിടം വരെയല്ലേ കുട്ടികളെ വരുന്നത്? 180 വരാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഓർമ്മിക്കണം. 2 എണ്ണം ഉണ്ടെങ്കിൽ 2ഉം കൂട്ടിയാൽ 180, 3 എണ്ണാണെങ്കിൽ 3 കൂട്ടിയാൽ
180. സം ഓഫ് 3 ആംഗിൾസ് ഉണ്ടെങ്കിൽ 180. ഓക്കെ, അപ്പൊ കൃത്യം മനസ്സിലാക്കി വെക്കണേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ നമുക്ക് ആംഗിൾ ആയിട്ട് തന്നിട്ടില്ല, മറിച്ച് നമ്മളുടെ സെറ്റ് സ്ക്വയറും സ്കെയിലും വെച്ചിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഈ ആംഗിൾ. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ സെറ്റ് സ്ക്വയറിന്റെ പ്രത്യേകത അറിയണം. രണ്ട് തരത്തിലുള്ള മട്ടങ്ങളാണ് ബോക്സിലുള്ള അല്ലെ സെറ്റ് സ്ക്വയർ. അതെന്താണ്? ഈ നീളവും തുല്യമായിട്ടുള്ള ഒരു സെറ്റ് സ്ക്വയർ, ഈ നീളത്തിനേക്കാളും വലിയ നീളമുള്ള വേറൊന്ന്. രണ്ട് തരത്തിലല്ലേ ഉള്ളത്. അപ്പൊ അതിന്റെ കോണുകളുടെ പ്രത്യേകത അറിയണം. രണ്ട് വരകളും നീളം ഒരേപോലെ നീളമുള്ളതാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന കോൺ ശ്രദ്ധിക്കുക 45 ഡിഗ്രി ആയിരിക്കും. 45. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഇത് 90 ഡിഗ്രിയാണ്. അപ്പൊ ഇതും 45 ആയിരിക്കും, ഇപ്പുറത്തതും 45 ആയിരിക്കും. തൽക്കാലം നിങ്ങൾ അങ്ങനെ വരുമ്പോൾ ഉള്ള ഒരു കോണത്ര വരും, 45 ഡിഗ്രി വരും. ഇനി മറ്റേ സൈഡിൽ നോക്കുക, ഇത് ചെറുതിന്റെ ആണ്, ഇത് വലുതിന്റെ ആണ്. ചെറുതിന്റെ ഈ സൈഡിൽ വരുന്നത് 60 ഡിഗ്രി ആയിരിക്കും. ഇതൊന്ന് പഠിച്ചു വെക്കണം. അതെങ്ങനെയാണ് പഠിക്കാൻ പറ്റുക? രണ്ട് സെറ്റ് സ്ക്വയർ വരക്കുക. ഒരു സെറ്റ് സ്ക്വയറിന്റെ പ്രത്യേകത എന്താ? രണ്ട് സൈഡും ഒരുപോലെ. മറ്റേ സെറ്റ് സ്ക്വയറിന്റെ പ്രത്യേകത എന്താ? ഒന്ന് ചെറുത്, ഒന്ന് വലുത്. ഈ ചെറിയ സെറ്റ് സ്ക്വയറിന്റെ പ്രത്യേകത ഇത് 45, ഇതും 45, രണ്ടും 45. മറ്റേ ഇത് 90 ആയിരിക്കുവേ. ഓക്കെ. പിന്നെ ഇതിന്റെ പ്രത്യേകത ഇത് 60, ഇത് 30, ഇത് 90. അപ്പൊ നമുക്ക് ഇവിടെ വരുന്ന ഇത് 60, ഇപ്പുറത്തെ ഇതായിരിക്കും 30 വരിക കേട്ടോ. അപ്പൊ നോക്കി, ഇനി നോക്ക്, നമ്മൾ നേരത്തെ പഠിച്ച മാതിരി ആയോ നോക്കിയാൽ ഒരു വരയുണ്ട്, ഇവിടെ 60 ഡിഗ്രി ഉണ്ട്. ശ്രദ്ധിക്ക, ഇവിടെ നിങ്ങൾക്ക് 45 ഡിഗ്രി ഇവിടെയുണ്ട്. എങ്കിൽ ഈ മൂന്നാമത്തെ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഒരു വരയില് വരുന്ന എത്ര ആംഗിൾ ഉണ്ടായാലും എല്ലാം കൂട്ടിയാലും 180 കിട്ടുള്ളൂ. അപ്പൊ ഈ 45ഉം 60ഉം ഇവിടെ അറിയാത്ത ഈ ആംഗിളും കൂട്ടിയാല് 180 ആണ് കിട്ടുക. 45ഉം 60ഉം കൂട്ടിയാൽ എത്ര? 105. അപ്പൊ 180ൽ നിന്ന് 105 കുറച്ചാല് നമുക്ക് എത്ര കിട്ടും? 75 ഡിഗ്രി കിട്ടും. അപ്പൊ ഇത് എത്രയായിരിക്കും? 75 ഡിഗ്രി. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? അളവ് നമുക്ക് തന്നിട്ടില്ല, മേലത്തെ പോലെ അളവ് നമുക്ക് തന്നിട്ടില്ല, മറിച്ച് സെറ്റ് സ്ക്വയറിന്റെ ആംഗിള്, മട്ടത്തിന്റെ കോണുകൾ എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അതൊന്ന് പഠിച്ചു വെക്കണേ. സെറ്റ് സ്ക്വയർ എടുത്തിട്ട് തന്നെ നിങ്ങൾ നോക്കി പഠിക്കുക കേട്ടോ. ഓക്കെ. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കിയേ. ഇൻ ദ പിക്ചർ ബിലോ ഹൗ മച്ച് ഈസ് ദ ആംഗിൾ ഓൺ ദ ലെഫ്റ്റ്? ഈ ഇടത് ഭാഗത്തുള്ള ആംഗിള് എത്ര എന്നാണ്. സിമ്പിൾ അല്ലേ? എങ്ങനെ കിട്ടും നിങ്ങൾക്ക്? ഇത് നമ്മൾ പറഞ്ഞു അല്ലേ? ഇതിപ്പോ നമ്മൾ പറഞ്ഞു, അതെന്റെ ഇംഗ്ലീഷ് വേർഷൻ ആണ്. ആദ്യം പറഞ്ഞത് മലയാളത്തിലാണ് പറഞ്ഞത്. അതേ ചോദ്യം ഇവിടെ ഇംഗ്ലീഷിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ എടുക്കാം. എന്താണ് പറയുന്നത്? ചുവടെയുള്ള ചിത്രത്തിൽ, ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ താഴെയുണ്ട്. ചുവടെയുള്ള ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന 3 കോണുകളിൽ ഇടതും വലതും കോണുകൾക്ക് ഒരേ അളവാണ്. ഓരോന്നും എത്ര ഡിഗ്രിയാണ്? അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇങ്ങനെയാണ്. ഇത് എത്രയാണോ, ഈ ആംഗിള് എത്രയാണോ അത് തന്നെയാണ് ഇത്. എന്നാൽ ഇത് നടുക്കുള്ളത് 30ആണ്. അപ്പോ ഈ അപ്പുറം ഇപ്പുറമുള്ളത് എങ്ങനെ കിട്ടും? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇത് 3ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 180 കിട്ടുമല്ലോ. 3ഉം കൂട്ടിയാല് 180 കിട്ടും. അപ്പോ ഈ 30 ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ആ 30 അതിൽ നിന്ന് സബ്ട്രാക്ട് കുറച്ചാല് ഈ എത്ര കിട്ടും? 150 ഡിഗ്രി കിട്ടും. ഈ 150 ഡിഗ്രി ആരുടേതായിരിക്കും? ഇവരുടെയും ഇവരും കൂട്ടിയതല്ലേ. അപ്പുറം ഇപ്പുറം ഉള്ള ആംഗിൾ കൂട്ടുമ്പോഴാണ് ഈ 150 കിട്ടുക. ശ്രദ്ധിക്കണേ, പോയിന്റ് മനസ്സിലാക്കണേ. 3ഉം കൂട്ടിയാൽ 150. അതിൽ ഒരാളത് എത്രയായി? 30 കഴിച്ചാൽ ബാക്കി എത്ര വരും? 150. ഈ 150 രണ്ടും തുല്യാണെന്നും പറഞ്ഞിട്ടുണ്ട്. 150 രണ്ടും ഈക്വൽ ആണ്. അപ്പൊ എത്ര? ഓരോന്ന് എത്ര കിട്ടും? 75. 75 കൂട്ടിയാൽ 150 അല്ലേ? അല്ലെങ്കിൽ 150ന്റെ പകുതി എത്ര എന്ന് അറിഞ്ഞാൽ മതി. ആൻസർ എത്ര കിട്ടും? 75. എത്ര? 75 ഡിഗ്രി. 75 ഡിഗ്രി എന്ന് കിട്ടും. അത് ചെയ്തത് എങ്ങനെയാണ്? ആദ്യം 3 കോണുകളുടെ തുക 180 ഡിഗ്രി എന്ന് എഴുതി. എന്നിട്ട് എന്തെഴുതി? അതിൽ നിന്ന് 30 ഡിഗ്രി കുറച്ചാൽ ബാക്കി 2 കോണുകളുടെ തുക കിട്ടി. സം ഓഫ് 2 ആംഗിൾസ് കിട്ടി 150 ഡിഗ്രി. സം ഓഫ് 2 ആംഗിൾസ് 150 ആകുമ്പോൾ ഈച്ച് ആംഗിൾ എത്ര വരും? 75. വൈ? കാരണം 2 ആംഗിൾസും എങ്ങനെയാണ്? ഈക്വൽ ആണ്, തുല്യാണ്. ഓക്കെ, ഐഡിയ കൃത്യം മനസ്സിലായല്ലോ.
കൃത്യം മനസ്സിലാക്കണേ. ഓക്കെ, നല്ല കുട്ടികൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ട് വരകൾ കൂട്ടിമുട്ടുമ്പോൾ, ശ്രദ്ധിക്കണേ, ഇത് കുറച്ച് കണ്ണിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണേ. നമുക്ക് ഈസി ആയി ചെയ്യാം. രണ്ട് വരകൾ കൂട്ടിമുട്ടുമ്പോൾ കോണുകളിൽ ഒരു കോൺ മറ്റേ കോണിന്റെ 2 മടങ്ങാണ്. കോണുകളുടെ അളവെന്ത്? ഇംഗ്ലീഷിൽ പറയാ, ഓഫ് ദി 2 angles made when 2 lines meet, one angle is double the other. What are the measures of the 2 angles? അപ്പൊ എന്താണ് പറഞ്ഞത്? ഒരു ലൈനില് 2 ആംഗിൾ മുട്ടുകയാണ്. ഈ നാലാമത്തേതിന്റെയാണ് ഞാൻ പറയുന്നത്. നാലാമത്തേതിന്റെയാണ് ഞാനിപ്പം പറഞ്ഞു തരുന്നത്. എന്താ പറയുന്നത്? ഇങ്ങനെ ഒരു ലൈനില് വേറൊരു ലൈൻ മീറ്റ് ചെയ്യുമ്പോഴുള്ള കാര്യം എന്താ പറഞ്ഞത്? ഒരു കോണിന്റെ ഡബിൾ ആണ് ഇത് എന്ന് പറയുന്നത്. അപ്പോ ഓരോന്നും എത്ര എന്നാണ് ചോദ്യം. നോക്കാം. ഇത് മകനാന്ന് വിചാരിച്ചോ, ഇത് മകൻ, ഇത് അച്ഛൻ ആന്ന് വിചാരിക്കുക. മകനാണ്, അച്ഛനാണ്. മകന്റെ വയസ്സിന്റെ ഡബിൾ ആണ് അച്ഛന്റെ വയസ്സ്. മകന്റെ വയസ്സിന്റെ ഡബിൾ ആണ് അച്ഛന്റെ വയസ്സ്, ഇരട്ടിയാണ് അച്ഛന്റെ വയസ്സ്. മകന്റെ അച്ഛന്റെ വയസ്സ് കൂട്ടിയാൽ 180 കിട്ടും. 180 കിട്ടും. അപ്പൊ മകന്റെ രണ്ട് മകന്റെ വയസ്സല്ലേ ഈ അച്ഛൻ ഉണ്ടാവുക. മകന്റെ 2 മടങ്ങാണ് അച്ഛന്റെ വയസ്സ് പറഞ്ഞാൽ എന്താ അർത്ഥം? അച്ഛന്റെ വയസ്സ് 2 മകന്റെ വയസ്സിന് തുല്യല്ലേ? 2 മകന്റെ വയസ്സിന് തുല്യല്ലേ ഈ അച്ഛന്റെ വയസ്സ് വരിക. അപ്പൊ 2 മകന്റെയും ഈ ഒരു മകനെയും ആവുമ്പോ 3 മകന്റെ വയസ്സാണ് എത്ര വരുന്നത്? 180 വരുന്നത്. അതുകൊണ്ട് ഒരു മകന്റെ വയസ്സ് നമുക്ക് എത്ര കിട്ടും? 3 മകന്റെ വയസ്സ് നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 180. അപ്പൊ ഒരു മകന്റെ വയസ്സ് നമുക്ക് എത്ര കിട്ടും? ഒരു മകന്റെ വയസ്സ് 180 ആരെ കൊണ്ട് ഹരിച്ചാൽ മതി? 3 കൊണ്ട് ഹരിച്ചാൽ മതി. നമുക്ക് എത്ര കിട്ടും? നമുക്ക് 60 ഡിഗ്രി എന്ന് കിട്ടും. നമ്മൾ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആംഗിൾ ആയതുകൊണ്ട് ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, കോൺ ആയതുകൊണ്ട് ഡിഗ്രി. അപ്പൊ ഒരു മകന്റെ വയസ്സ് നമുക്ക് 60 ഡിഗ്രി കിട്ടി. അപ്പൊ അച്ഛന്റെ വയസ്സ് എത്രയായിരിക്കും? മകന്റെ വയസ്സിന്റെ 2 മടങ്ങ്. അപ്പൊ അച്ഛന്റെ വയസ്സ് എത്ര കിട്ടും? മകന്റെ വയസ്സിന്റെ 2 മടങ്ങ് എന്ന് പറയുമ്പോൾ അച്ഛന്റെ വയസ്സ് 2 × 60 ഡിഗ്രി. നമുക്ക് എത്ര കിട്ടും? 120 ഡിഗ്രി എന്ന് പറയുന്ന അളവ് കിട്ടും. അപ്പോൾ ഇനി നിങ്ങളോടൊരു നിങ്ങൾ മനസ്സിൽ വരുന്ന സംശയം, സർ ഇത് 2 മടങ്ങ് തന്നെ ആവണമെന്നില്ലല്ലോ, 3 മടങ്ങ് ആയിക്കൂടെ? അപ്പൊ പറയും 3 മടങ്ങാകാം. 3 മടങ്ങാകുമ്പോൾ മകന്റെ വയസ്സ് കണ്ടുപിടിക്കാൻ 180നെ 4 കൊണ്ട് ഹരിക്കണം. അപ്പൊ ഞാൻ അതിന്റെ പോയിന്റ് എഴുതിത്തരാം. 2 ടൈംസ് ആണെങ്കിൽ മകന്റെ വയസ്സ്, അതായത് ചെറിയ ആളുടെ വയസ്സ് 180/3 ആയിരിക്കും. 3 ടൈംസ് ആണെങ്കിൽ, അതായത് 3 മടങ്ങാണെങ്കിൽ മകന്റെ വയസ്സ്, സണ്ണിന്റെ വയസ്സ് 180/4 ആയിരിക്കും. 2 മടങ്ങാകുമ്പോൾ മകന്റെ വയസ്സ് 60 ആയിരിക്കും. മകൻ എന്ന് പറഞ്ഞാൽ ചെറിയത്, ഞാൻ മകൻ എന്ന് പറഞ്ഞതാണ് കേട്ടോ, ചെറിയ ആംഗിള്. അപ്പം 3 ടൈംസ് ആണെങ്കിൽ ചെറിയ ആംഗിൾ എത്ര? 180/4 45 ആയിരിക്കും. ഇനി 4 മടങ്ങാവുമ്പോൾ ചെറിയ ആംഗിൾ എത്രയായിരിക്കും? 4 മടങ്ങാകുമ്പോൾ ചെറിയ കോൺ എത്രയായിരിക്കും? ചെറിയത് എത്രയായിരിക്കും? 180/5. അതായത് ഇവിടെ എത്ര ടൈംസ് ഉണ്ടോ അതിനേക്കാൾ 1 അധികം 180നെ കൊണ്ട് ഹരിച്ചാൽ മതി. ഇപ്പൊ ഐഡിയ മനസ്സിലായല്ലോ, തെറ്റിക്കൂലല്ലോ? ഓക്കെ, സ്കൂളിലെ കുട്ടികളോടൊക്കെ ഈ ട്രിക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഓക്കെ, ഗുഡ്. ശരി, അപ്പൊ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക്. അതിനു മുമ്പ് ഞാൻ ഇതൊന്ന് ക്ലിയർ ചെയ്യട്ടെ, ബോർഡ് ഞാനൊന്ന് മായ്ക്കട്ടെ. ഓക്കെ 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 ശരി, അടുത്ത ക്വസ്റ്റ്യൻ അല്ല, ക്ലാസ് ആണ്. അപ്പോ ഇനി നിങ്ങൾ അറിയേണ്ടത് ഇപ്പം പറഞ്ഞ കാര്യവും ഇനി പറയാൻ പോകുന്ന കാര്യവും തമ്മിലുള്ള വ്യത്യാസം എൻ്റെ കുട്ടികൾ മനസ്സിലാക്കണം. ഈ നേരത്തെ ഞാൻ പറഞ്ഞതിലെല്ലാം സംഭവിച്ച എന്താണെന്നറിയോ? ഒരു വരയില് മറ്റൊരു വര വന്നിട്ട് മുട്ടുന്നു, അല്ലെങ്കിൽ വേറൊരു വര വന്നിട്ട് മുട്ടുന്നു. ഇങ്ങനെയുള്ളതായിരുന്നു നമ്മ നേരത്തെ പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് മുട്ടലല്ല, അതിനെ കട്ട് ചെയ്തുകൊണ്ട് അങ്ങ് പോകും. അതായത് നോക്കൂ കുട്ടികളെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഒരു വരയെ മുട്ടുന്നതല്ല ഇത്. ഈ രണ്ടാമത്തെ വര മുട്ടുന്നതല്ലല്ലോ, രണ്ടാമത്തെ വര കട്ട് ചെയ്തിട്ട് പോവുകയാണ്. അന്നേരം ഉണ്ടാവുന്ന ആംഗിള് ശ്രദ്ധിക്കുക. ഒരു വരയിൽ മറ്റൊരു വര ടച്ച് ചെയ്യുമ്പോൾ 2 ആംഗിൾ ഉണ്ടായിരുന്നു അല്ലേ? വേറൊരു വര ടച്ച് ചെയ്യുമ്പോൾ 2 ഉണ്ടായിരുന്നു. ഒരു വരയെ മറ്റൊരു വര കട്ട് ചെയ്യുമ്പോഴോ നോക്ക്, ഒരു വരയെ മറ്റൊരു വര മുറിക്കുമ്പോൾ എത്ര ആംഗിൾ ഉണ്ടാവും? ഉണ്ടാവും
ഒന്നിവിടെ, രണ്ടിവിടെ, മൂന്നിവിടെ, നാലിവിടെ, 4 കോണുകൾ ഉണ്ടാവും. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഒരു വരയെ മറ്റൊരു വര മുറിക്കുന്ന സമയത്ത് എന്തുണ്ടാവും? 4 കോണുകൾ ഉണ്ടാവും. അപ്പൊ ഇന്റർസെക്ട് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? മീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ലൈനിനെ മറ്റൊരു ലൈൻ മീറ്റ് ചെയ്യുമ്പോൾ 2 ആംഗിളാണ് ഉണ്ടാവുക. ഒരു ലൈനിനെ മറ്റൊരു ലൈൻ ഇന്റർസെക്ട് ചെയ്തിട്ട് പോകുന്നുണ്ടെങ്കിൽ, ക്രോസ് ചെയ്തിട്ട് പോകുന്നുണ്ടെങ്കിൽ അവിടെ 4 ആംഗിൾ ഉണ്ടാകും, 4 കോണുകൾ ഉണ്ടാകും. ഓർമ്മിച്ചു വെക്കണേ. അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിയുള്ള നിങ്ങൾ എന്നോട് പറയാ, 2 വരയെ ഒരു വര മുറിക്കുന്നു വെച്ചോ, അപ്പൊ എത്ര ആംഗിൾ ഉണ്ടാവും? നോക്ക്, ഇവിടെ 4 എണ്ണം ഉണ്ടാവും, ഇവിടെ എത്ര എണ്ണം ഉണ്ടാവും? 4 എണ്ണം ഉണ്ടാവും. അപ്പൊ എത്രയായി? 8 എണ്ണായി. അപ്പൊ പുതിയ രീതിയിൽ ചോദ്യങ്ങളൊക്കെ വരുമ്പോ പല തരത്തിൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. 4 4 8 എണ്ണം ഉണ്ടാവും. 2 വരയാകുമ്പോൾ 8 എണ്ണം ഉണ്ടാവും ഇന്റർസെക്ട് ചെയ്യുമ്പോൾ. അങ്ങനെ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്ക്, 4 ആംഗിൾ. ഈ ചിത്രത്തിലേക്ക് വാ. 4 ആംഗിൾ. ഈ കോണത്ര 70 ഡിഗ്രി, ഈ കോണത്ര 70 ഡിഗ്രി, ഈ കോൺ 110. അതിനെ ഞാൻ വേറൊരു മഷീൽ എടുക്കാം. ഇതിനെ ഞാൻ ഇത് 110, ഇതും 110. അപ്പൊ എന്താ പ്രത്യേകത നോക്കിയാൽ, അപ്പൊ ഒരു ലൈനിനെ മറ്റൊരു ലൈൻ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ, ഒരു വരയെ മറ്റൊരു വര മുറിച്ച് കടക്കുമ്പോ എന്താണ് സംഭവിക്കുന്നത്? 4 കോണുകൾ ഉണ്ടാവും. 4 എണ്ണം കണ്ടില്ലേ? 1 2. ആ 4 എണ്ണത്തിൽ 2 എണ്ണം തുല്യല്ലേ? 2 എണ്ണം തുല്യല്ലേ? അപ്പൊ ആരെല്ലാം ഒരു 70 ഉണ്ടെങ്കിൽ അവിടെ വേറൊരു 70 ഉണ്ടാവും. ഒരു 110 ഉണ്ടെങ്കിൽ മാറ്റം വേറൊരു 110 ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ അവിടെ ബന്ധുക്കൾ ഉണ്ടാവും. അവിടെ ഒരേപോലെയുള്ള ആളുണ്ട്, ഒറ്റക്കാക്കൂല. 2 ആളുണ്ടാവും ഒരേപോലെയുള്ളവര്. ഒരേപോലെയുള്ളവർ 2 ആളുണ്ടാവും. ഒന്ന് ചെറുതായിരിക്കാം, മറ്റേത് വലുതായിരിക്കാം. അപ്പൊ ചെറുതും ചെറുതും തുല്യം. സ്മോൾ ആംഗിളും ഈക്വൽ ആയിരിക്കും. ലാർജർ ആംഗിളും ഈക്വൽ ആയിരിക്കും, തുല്യമായിരിക്കും. വലിയ കോണും തുല്യം, ചെറിയ കോണും തുല്യം. അപ്പൊ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ചെറിയ കോണും വലിയ കോണും തമ്മിൽ എന്താ ബന്ധമുണ്ടോ? സ്മോൾ ആംഗിളും ലാർജർ ആംഗിളും തമ്മിൽ എന്താ ബന്ധമുണ്ടോ? ഇതും തമ്മിൽ എന്താ ബന്ധമുണ്ടോ? ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ബന്ധമുണ്ട്. രണ്ടും കൂടെ കൂട്ടിയാൽ 180 ആണ്. അപ്പൊ എന്തെല്ലാം പഠിച്ചു? ഒരുപാട് കാര്യം പഠിച്ചു. കൃത്യമായിട്ട് തലയിൽ അത് ഐഡിയ വെച്ച് വെക്കണം. 2 ലൈൻ കട്ട് ചെയ്യുന്ന ഇന്റർസെക്ട് ചെയ്യുമ്പോൾ, മുറിച്ച് കടക്കുമ്പോൾ 4 എണ്ണം ഉണ്ടാവും. 2 ചെറിയ കോൺ, 2 വലിയ കോൺ. ചെറിയ കോണുകൾ തുല്യം, വലിയ കോണുകളും തുല്യം. പിന്നെ ചെറിയ കോണും വലിയ കോണും കൂട്ടിയാൽ 180 ഡിഗ്രിയും ആയിരിക്കും. അത് നമ്മൾ നേരത്തെ പഠിച്ച കാര്യം വീണ്ടും ഞാൻ പറഞ്ഞു നേരും. ഇത്ര പോരെ കാര്യങ്ങൾ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. ലൈക്ക് ചെയ്യണം. ഓക്കെ. കൂട്ടുകാരോടൊക്കെ ചാനലിനെ കുറിച്ച് പറയണം. ഇവിടുത്തെ ഈ പ്രോബ്ലം നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒന്നാമത്തെ ചോദ്യത്തിൽ നിങ്ങൾക്ക് മറ്റുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിയാൽ, ആദ്യം നമുക്ക് തുടക്കത്തിൽ പറഞ്ഞ കാര്യം പറയാം. ഇതിപ്പോ നമുക്ക് തന്നിരിക്കുന്നത് എത്ര ഡിഗ്രിയാണ്? നമുക്ക് തന്നിരിക്കുന്നത് 45 ഡിഗ്രിയാണ് അല്ലെ? ആ 45 ഡിഗ്രി നമുക്ക് തന്നിട്ടുണ്ട്. ആ 45 ഡിഗ്രി ഉണ്ടായി ചെറിയതും തുല്യാന്നല്ലോ. അപ്പൊ ഇത് നമുക്ക് 45 കിട്ടും. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. 45 കിട്ടും. ഇനി നോക്ക്, ഈ ഒരു വരയില് കുട്ടികള് ശ്രദ്ധിക്കാം. നോക്ക്. ഓക്കെ, ഇങ്ങനെ ഒരു വരയുണ്ട്. അതിൽ ഇവിടെ നിങ്ങൾക്ക് 45 തന്നിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ, കാരണം അത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 ആണല്ലോ. അപ്പൊ 180 45 കുറച്ചാല് നമുക്ക് എത്ര കിട്ടും? 135 കിട്ടും. അപ്പൊ ഇപ്പുറത്ത് നമുക്ക് കിട്ടും 135. ഇത് 135 ആകുമ്പോൾ ഇതും എത്ര? 135. അപ്പൊ 4 ആയില്ലേ? അപ്പൊ 2 വരകൾ മുട്ടുമ്പോ ഒരു കോണ് മാത്രം തന്നാല്, ഒറ്റ ആംഗിള് നമുക്ക് തന്നാല് നമുക്ക് എല്ലാ ആംഗിളും കണ്ടുപിടിക്കാം. ഒന്നാമത്തെ കാര്യം. നോക്ക്, ഇവിടെ 120 ഉണ്ട്. അപ്പൊ ഈ താഴത്തെ എത്രയായിരിക്കും? കണ്ണ് ചിമ്മി നമുക്ക് പറയാം 120 ഡിഗ്രി. ഈക്വൽ ആയിരിക്കുമല്ലോ, വലുതും തുല്യമായിരിക്കും. പിന്നെ ചെറുതും വലുതിന്റെ പ്രത്യേകത എന്താണ്? സ്മോളും ലാർജും കൂട്ടിയാൽ 150 കിട്ടും. അപ്പൊ ഇത് 60 ഡിഗ്രി ആവണ്ടേ? 120, 60, 150. അപ്പൊ ഇപ്പുറത്ത് എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? ഈ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിച്ചാൽ, ബോത്ത് സ്മോളർ ആംഗിൾസ് ഹാവ് ദ സെയിം മെഷർ. ചെറിയ കോൺ രണ്ടിനും ഒരേ അളവാണ്. കണ്ടുവോ? ബോത്ത് ദ ലാർജർ ആംഗിൾസ് ഹാവ് ദ സെയിം മെഷർ.
വലിയ കോൺ രണ്ടിനും ഒരേ അളവാണ്. മൂന്നാമത്തെ കാര്യം, അടുത്ത കാര്യം എന്താണ് അവർ പറഞ്ഞത് നോക്കിയാൽ, അടുത്ത കാര്യം സം ഓഫ് സ്മോൾ ആംഗിൾ ആൻഡ് ലാർജ് ആംഗിൾ ഈസ് 180. ഒരു ചെറിയ കോണും ഒരു വലിയ കോണും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുന്നു. ഈ 3 പോയിന്റ് കൃത്യമായിട്ട് അറിഞ്ഞാൽ ഇതിലത്തെ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. പരീക്ഷയ്ക്ക് പ്രസ്താവന, സ്റ്റേറ്റ്മെന്റ്, റീസൺ ഒക്കെ പറഞ്ഞു വരലില്ലേ, അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നുണ്ടാവുക. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ആണ് ഇതിൽ പറയുന്നത്, ഇൻ ദ 4 ആംഗിൾസ് മെയ്ഡ് ബൈ 2 ഇന്റർസെക്ടിങ് ലൈൻസ് the sum of 2 angles is 100. Calculate the 4 angles. നിങ്ങൾ ശ്രദ്ധിക്കുക കുട്ടികളെ, എന്താണ് 4 കോണുകൾ ഉണ്ടാവുന്നു, 2 ലൈനുകൾ കടന്നു പോകുമ്പോൾ, 2 വര മുറിച്ചു കടക്കുമ്പോൾ 4 കോണുകളിൽ 2 കോണുകളുടെ തുക 100 ഡിഗ്രിയാണ്. ശ്രദ്ധിച്ചാൽ കുട്ടികൾ ശ്രദ്ധിച്ചോ, 2 കോണുകളുടെ തുക, അപ്പൊ 2 ലൈൻ ഇങ്ങനെ കടന്നു പോകുന്നു. അപ്പൊ 2 കോണുകളുടെ 100 ഡിഗ്രി എന്ന് പറയുമ്പോ നമുക്ക് എങ്ങനെയാണ് അതിന്റെ ആൻസർ വരിക? നമുക്ക് 2 കോണുകളുടെ തുക, നോക്ക്, 2 വരകൾ മുറിച്ചു കടക്കുമ്പോൾ 4 കോണുകളിൽ 2 കോണുകളുടെ തുക 100 ഡിഗ്രിയാണ്. 4 കോണുകളും കണക്കാക്കുക. അപ്പോ 2 കോണുകളുടെ തുക 100 ഡിഗ്രി ആയാൽ 4 കോണും നമ്മൾ കണക്കാക്കുക. നമുക്കത് എങ്ങനെയൊക്കെ നമുക്ക് എടുക്കാം? 2 എണ്ണത്തിന്റെ തുക 100 എന്ന് പറയുമ്പോ 2 ചാൻസ് ഉണ്ട് നമുക്ക് അവിടെ. നോക്കിയാൽ എന്താ 2 ചാൻസ്? ഒരു ചാൻസ് നോക്ക്, ഇത് നമുക്ക് 50 എടുക്കാം. അപ്പൊ ഇതും എത്ര എടുക്കാം? 50 എടുക്കാം. 50 നമുക്ക് എത്ര കിട്ടും? 100 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. രണ്ടും തുല്യമായിരിക്കുമല്ലോ. രണ്ടും തുല്യമായി കഴിഞ്ഞാൽ ബാക്കിയില്ല, ഈ ആംഗിൾ നമുക്ക് കിട്ടും. അതെങ്ങനെയാണ്? ഇങ്ങനെ ഒരു വര വന്ന്, ഇങ്ങനെ ഒരു വരയുണ്ടെങ്കിൽ ഇങ്ങനെ വരുമ്പോ ഇത് 50 ഡിഗ്രി ആണ് എങ്കിൽ ഇപ്പുറത്തെ ഈ പ്രൊട്രാക്ടറിന്റെ മാതിരിയിൽ പ്രത്യേകത ഓർമ്മിക്കണേ. അപ്പൊ ഇത് എത്ര കിട്ടും നമുക്ക്? 130. 130 50 150 അല്ലേ? അപ്പൊ ഇത് നമുക്ക് ഇത് 130 കിട്ടും. ഇത് 130 കിട്ടുമ്പം ഇപ്പുറത്തെ നമുക്ക് എത്ര കിട്ടും? 130 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഐഡിയ ക്ലിയർ ആയിട്ട് ഓർമ്മ വന്നുവല്ലോ. ഓക്കെ, ഐഡിയ ക്ലിയർ ആയിട്ട് ഓർമ്മ വന്നില്ലേ? 2 കോണുകളുടെ തുക ഇത്ര ഡിഗ്രി ആകുന്ന സമയത്ത് ഇങ്ങനെ ആയിട്ട് വരും. 50 50 ആയി. അപ്പൊ മറ്റേത് നമുക്ക് കിട്ടും. ഓക്കെ, രണ്ടും തുല്യമായിട്ട് എടുക്കണം. ഓക്കെ, 20 80 ആയിട്ട് എടുത്തൂടല്ലോ. 20ഉം 80ഉം ആയിട്ട് 100 എന്ന് പറഞ്ഞിട്ട് എടുത്താൽ ശരിയാവുമോ? ഇല്ല. അപ്പൊ എല്ലാം കൂട്ടിയാലും നമുക്ക് 150ന്റെ പ്രത്യേകത കിട്ടുകയും വേണം. അപ്പൊ അത് ഒന്നാമത്തേന്റെ ആൻസർ ആയി. രണ്ടാമത്തേന്റെ ആൻസർ നോക്കിക്കോ, 2 വരകൾ മുറിച്ചു കടക്കുമ്പോഴുണ്ടാകുന്ന 4 കോണുകളിൽ ഒരു കോൺ മറ്റേ കോണിന്റെ പകുതിയാണ്. 4 കോണുകളും കണക്കാക്കുക. 2 വരകൾ, അപ്പൊ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ നോക്കുക, ഇൻ ദ 4 ആംഗിൾസ് മെയ്ഡ് ബൈ 2 ഇന്റർസെക്ടിങ് ലൈൻസ് 1 ആംഗിൾ ഈസ് ഹാഫ് ഓഫ് അനദർ. കാൽക്കുലേറ്റ് ദ 4 ആംഗിൾസ്. ഇതേമാതിരി നമ്മൾ ഒന്ന് ചെയ്തിട്ടുണ്ട് നേരത്തെ. മകൻ അച്ഛൻ എന്ന് പറയുന്ന ബന്ധുവല്ലോ, മകന്റെ 2 മടങ്ങാണ് അച്ഛൻ എന്ന് പറഞ്ഞു അല്ലെ. ഇവിടെ എന്താ പറഞ്ഞത്? ഒരാളുടെ പകുതിയാണ് മറ്റേ ആളെന്ന്. അപ്പൊ അച്ഛനെ നമുക്ക് എടുത്താൽ മതി, അച്ഛന്റെ പകുതി മകൻ വന്നാ മതി. അപ്പൊ ഈ കണക്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം? അച്ഛൻ മകന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാണ് കുട്ടികളെ. അപ്പോ ഞാൻ അതിന്റെ ചിത്രം വേറെ തന്നെ വരച്ച് പറയാ. നോക്കിക്കോ, ഇതാ 2 വരകൾ കട്ട് ചെയ്യുന്നു. അപ്പൊ എന്താണ് പറഞ്ഞത്? ഒരാംഗിള് മറ്റേ ആംഗിളിന്റെ പകുതിയാണ്. അപ്പൊ ഈ ചെറിയ ആംഗിള് ഈ വലിയ കോണിന്റെ പകുതിയാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 180 കിട്ടും. അപ്പൊ ഒരാളുടെ പകുതി മറ്റേ ആളെന്ന് പറയുമ്പോ കുട്ടികളെ ചെറിയതിന്റെ ഇരട്ടിയല്ലേ മറ്റേത് വരിക? അച്ഛന്റെ വയസ്സിന്റെ പകുതിയാണ് മകന്റെ വയസ്സ് എന്ന് പറയുമ്പോ മകന്റെ വയസ്സിന്റെ 2 മടങ്ങല്ലേ അച്ഛന്റെ വയസ്സ് വരിക അല്ലേ? അപ്പൊ സണ്ണിന്റെ ഏജ് ഓഫ് സൺ ഈസ് ഹാഫ് ഓഫ് ദി ഏജ് ഓഫ് ഹിസ് ഫാദർ എന്ന് പറയുമ്പോ ഏജ് ഓഫ് ഹിസ് ഫാദർ ഈസ് 2 ടൈംസ് ഏജ് ഓഫ് ഹിസ് സൺ. കറക്റ്റ് അല്ലേ വരിക? അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ ഇയാളുടെ പകുതിയാണ് ഇയാൾ എന്ന് പറയുമ്പോൾ ഇയാളുടെ 2 മടങ്ങാണ് ഇയാള്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടി നമുക്ക് എത്ര കിട്ടുക? 180 കിട്ടും. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തത് മാതിരി ഒന്നിന്റെ 2 മടങ്ങ് മറ്റേത് വരുമ്പോ എന്താണ് ചെയ്യേണ്ടത്? 2 മടങ്ങ് പറയുമ്പോ 180നെ 3 കൊണ്ട് ഹരിക്കാനാ പറഞ്ഞു അല്ലെ. 2 മടങ്ങായത് കൊണ്ട് 3 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞു. അപ്പൊ എത്ര കിട്ടും? 60 ഡിഗ്രി കിട്ടും. ആര് 60 ഡിഗ്രി കിട്ടും? ചെറിയത് 60 ഡിഗ്രി. അപ്പൊ വലിയത് എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. 120 ഡിഗ്രിന്റെ പകുതിയല്ലേ 60 വരിക. അപ്പൊ ആ തരത്തിലും നമ്മൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ
കഴിയും. നേരത്തെ പറഞ്ഞ അതേ പ്രോബ്ലം തന്നെ വേറൊരു തരത്തിലും. എന്നിട്ട് ഇവരെന്താ പറഞ്ഞത്? 4 കോണും കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കിപ്പോ ആരെ കിട്ടിയിട്ടു? നമുക്ക് 2 കോണേ നമുക്ക് കിട്ടിയിട്ടു അല്ലെ? നമുക്കിവിടെ 2 കോണല്ലേ കിട്ടിയിട്ടു? 60 120 കിട്ടിയിട്ടു. ഈ 60 കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പുറത്തെ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. മേലത്തെ 120 ആയതുകൊണ്ട് ഇത് എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. അപ്പൊ 4 ആയല്ലോ, 4 ആയല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പഠിക്കാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്ന, ഇത് നമ്മൾ പറഞ്ഞല്ലേ? ഇത് പറഞ്ഞതല്ലേ? ഇത് പറഞ്ഞിട്ടില്ല. എന്താണ് പറയുന്നത് നോക്കിയാൽ, ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്ന വരകളുടെ ചില ചിത്രങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. ഓരോന്നിലും ചില കോണുകളുടെ അളവുകൾ പറഞ്ഞിട്ടുണ്ട്. അടയാളപ്പെടുത്തിയിരിക്കുന്ന മറ്റു കോണുകൾ കണക്കാക്കി എഴുതുക. അപ്പൊ എന്താണ് പറഞ്ഞത്? നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അത് 2 ലൈൻസ് ഇങ്ങനെ കട്ട് ചെയ്ത് 2-3 ലൈൻസ് കട്ട് ചെയ്ത് പോകുന്നതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് ചെറിയ ചില ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. എങ്കിൽ മറ്റേത് എത്ര ആകുമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 40 ഡിഗ്രിയാണ്. ഓക്കെ, ഇത് 40 ഡിഗ്രി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇത് 40 ആയാൽ അതിന് നേരെ എക്സ് മാതിരി വരുമ്പം ഇത് 40 ആയി ഇപ്പുറത്തെ എത്രയായിരിക്കും? 40 ആയിരിക്കും. അപ്പൊ ഇത് നമുക്ക് എത്ര എഴുതാം? 40. എല്ലാ കുട്ടികൾക്കും മനസ്സിലായല്ലോ? 40 എന്ന് എഴുതാം. നോക്കൂ കുട്ടികളെ, ഇങ്ങനെ ഒരു ആംഗിൾ വരികയാണെങ്കിൽ അത് എത്ര ഡിഗ്രി എന്നാ പറയാ? നമ്മളെ സെറ്റ് സ്ക്വയറിന്റെ മാതിരി വരുമ്പം 90 ഡിഗ്രി എന്നല്ലേ പറയാ? അങ്ങനെയാണെങ്കിൽ കുട്ടികളൊന്ന് ശ്രദ്ധിച്ചാൽ ഞാൻ വേറൊരു മഷി എടുത്തിട്ട് പറയാ. നോക്കുക, ഇങ്ങനെ ഒരു വര, ഇങ്ങനെ എൽ എഴുതി മാതിരി വര, അത് 90 ഡിഗ്രി ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത് ആകെ എത്രയുണ്ടാവും? ഇവിടുന്ന് ഇവിടത്തേക്ക് 90 ഡിഗ്രി ഉണ്ടാവും. ആ 90 ഡിഗ്രിയിൽ ഇപ്പുറത്ത് 40 ഡിഗ്രി അല്ലേ? ഇത് 40 ഡിഗ്രിയാണ്. അപ്പൊ ബാക്കി ഇത് എത്രയുണ്ടാവും? 50 ഡിഗ്രി ഉണ്ടാവും. 90 ഡിഗ്രിയിൽ നിന്ന് 40 ഡിഗ്രി കുറച്ചാൽ നമുക്ക് എത്ര ഉണ്ടാവും? 50 ഡിഗ്രി ഉണ്ടാവും. അപ്പൊ അത് കിട്ടിയല്ലോ. ഇത് 50 ഡിഗ്രി കിട്ടിയാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എത്ര ഉണ്ടാവും? 50 ഡിഗ്രി ഉണ്ടാവും. എതിർ ഭാഗത്തുള്ളത് 50 ഡിഗ്രി. ഇനി നമുക്ക് ആരെയാ കണ്ടുപിടിക്കേണ്ടത്? ഇയാളാ, ഇപ്പുറത്തെ എൽ പോലെയുള്ള ആളാ. അത് നമുക്ക് എത്ര അറിയാം? ഇത് 90 ഡിഗ്രിയാണ്. അപ്പൊ ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് ഇപ്പുറത്ത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ തരത്തില് കൃത്യമായിട്ടൊന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇതിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇതിനോട് ഈ ഒന്നാമത്തെ പാർട്ടിയാണ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നോക്കിക്കോളൂ, ഇത് 60 ഡിഗ്രി തന്നിട്ടുണ്ട്, പിന്നെ ഇത് 50 ഡിഗ്രി തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ, ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആൻസർ എഴുതുക, അത് തന്നെ എഴുതുക. അപ്പൊ ഇവിടെ 60 എന്ന് തന്നതുകൊണ്ട് ഈ താഴത്തെ നമുക്ക് എത്ര എഴുതാം? 60. ഇത് 50 എന്ന് തന്നതുകൊണ്ട് ഇതിവിടെ 50 തന്നതുകൊണ്ട് ഇപ്പുറത്തെ എത്ര എഴുതുക? 50. ഇനി നമുക്ക് ആരെയാ വേണ്ടത്? ഇയാളെയാണ് കിട്ടേണ്ടത്. നോക്കൂ കുട്ടികളെ, ഈ ഒരു വരയില് ഇത് ഇവിടുന്ന് ഇവിടത്തേക്ക് 180 ആണ് പ്രൊട്രാക്ടറിൽ. അപ്പൊ 50 ഇവിടെയുണ്ട്, 60 ഇവിടെയുണ്ട്. അപ്പൊ ബാക്കി ഇത് എത്ര വരും? 70. എങ്ങനെ കിട്ടി? 50ഉം 60ഉം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 50ഉം 60ഉം കൂട്ടിയാൽ 110 ഡിഗ്രി കിട്ടും. അപ്പോ ഇത് 60 ആണ്. അപ്പോ ഇവിടത്തേക്ക് എത്ര കിട്ടും? 110 കിട്ടിയാൽ ബാക്കി ഇവിടെ എത്ര ഉണ്ടാവും? 70 ഉണ്ടാവും. അപ്പൊ ഇത് 70 ആകുമ്പോൾ ഇപ്പുറത്ത് എത്ര കിട്ടും? 70 കിട്ടും. പ്രിയപ്പെട്ട കുട്ടികളെ, ഇത് ഞാനിങ്ങനെ എത്ര കിട്ടും എന്നെല്ലാം പറയുമ്പോൾ എളുപ്പമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഇത് ആദ്യമായിട്ട് പഠിക്കുകയാണ്, അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യം മനസ്സിലാക്കുക. 2 ലൈൻ കട്ട് ചെയ്ത് കാണുമ്പോൾ ഒരു ആംഗിൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് എഴുതുക. പിന്നെ 150ന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് രണ്ടും കൂടെ കൂട്ടിയാൽ 180 കിട്ടുന്ന ഐഡിയ വെച്ചിട്ടൊക്കെ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഈ ക്ലാസ് ഇന്ന് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ പാർട്ടിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. വീണ്ടും കാണാം.